അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. പ്രിയപ്പെട്ട മക്കളെ, 3-ാം ക്ലാസ്സിലെ ദുറൂസുൽ ഇസ്ലാമിലെ 1-ാമത്തെ ഭാഗത്തിലെ 11-ാമത്തെ പാഠം മൗലിദുൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നാളെ നബിദിനമാണ്. ഉമ്മ ആരിഫിനെ വിളിച്ചു. നീ പ്രസംഗം നന്നായി പഠിച്ചിട്ടുണ്ടോ? അതെ ഉമ്മ. എന്നാൽ ഒന്ന് പറയൂ, ഞാനൊന്ന് കേൾക്കട്ടെ. ഉമ്മയും മോളുടെ ബന്ധമാണ്. എല്ലാ കാര്യങ്ങളും ഉമ്മ ഇടപെടണം. അപ്പൊ കുട്ടികൾ സൂപ്പറാവും. ആരിഫിന് സന്തോഷായി. ഓനിങ്ങനെ പഠിച്ചത് പറഞ്ഞു കൊടുക്കാൻ കാത്തിക്കേനി. അസ്സലാമു അലൈക്കും. ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ, രക്ഷിതാക്കളെ, കൂട്ടുകാരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മൗലിദിനെ കുറിച്ച് ഞാൻ 2 വാക്ക് പറയാം. അബ്ദുള്ള എന്നവരുടെ ഭാര്യ ആമിന ബീവി റളിയല്ലാഹു അൻഹ ഗർഭിണിയായി. അബ്ദുൽ മുത്തലിബും കുടുംബവും സന്തോഷിച്ചു. ഗർഭിണികൾക്കുണ്ടാവുന്ന പ്രയാസങ്ങളൊന്നും ആമിന ബീവി റളിയല്ലാഹു അൻഹക്കുണ്ടായില്ല. ശിശുവിനെ കുറിച്ച് അവർ നല്ല സ്വപ്നങ്ങൾ കണ്ടു. പിറക്കാനുള്ളത് ആൺകുഞ്ഞാണ്. മുഹമ്മദ് എന്ന് പേര് നൽകണം. ആ കുഞ്ഞ് ലോകത്തിലെ ഏറ്റവും ഉന്നതനാണ്. ആമിന ബീവിക്ക് റളിയല്ലാഹു അൻഹ സന്തോഷമടക്കാനായില്ല. അവർ ആ അത്ഭുത ശിശുവിന് വേണ്ടി കാത്തിരുന്നു. 2 മാസമായപ്പോൾ പിതാവ് അബ്ദുള്ള എന്നവർ മദീനയിൽ വെച്ച് വഫാത്തായി. ആമിന ബീവി റളിയല്ലാഹു അൻഹ ദുഃഖം കടിച്ചിറക്കി. റബീഉൽ അവ്വൽ 12 ആഗതമായി. അന്ന് തിങ്കളാഴ്ചയായിരുന്നു. ആ പുലരിയിൽ ആമിന ബീവി റളിയല്ലാഹു അൻഹ പ്രസവിച്ചു. സുന്ദരനായ കുഞ്ഞ്. പൂജാതനായത് സുജൂദിലായിട്ടായിരുന്നു. പ്രകാശിത മുഖം. ചേലാകർമ്മം ചെയ്തിരിക്കുന്നു. പൊക്കിൽ കൊടി മുറിച്ചിരിക്കുന്നു. കണ്ണിൽ സുറുമ എഴുതിയിരിക്കുന്നു. സാധാരണ പാരായണം ചെയ്യാറുള്ള മംഗോസ് മൗലിദിൽ നാം ചൊല്ലാറില്ലേ? വലദത്തുഹു മഖ്തൂനൻ വമക്ഹൂലൻ കമാ ഖദ് ജാഅ ഫിൽ ഖബരി സ്വഹീഹിൽ മുസ്നദ്. അത് മാനവ ചരിത്രത്തിലെ മഹത്തായ സുദിനമായിരുന്നു. അന്ന് പല അത്ഭുതങ്ങളും സംഭവിച്ചു. 1. ആരാധ്യ വസ്തുക്കൾ തലകുത്തി വീണു. 2. പേർഷ്യക്കാർ ആരാധിച്ചിരുന്ന നൂറ്റാണ്ടുകളായി അണയാത്ത അഗ്നി കുണ്ഡം പൊലിഞ്ഞു കിട്ടു. ജനന സമയത്ത് ആമിന ബീവി റളിയല്ലാഹു അൻഹയിൽ നിന്ന് പുറപ്പെട്ട പ്രകാശത്തിൽ ബുസ്റയിലെ കൊട്ടാരങ്ങൾ ദൃശ്യമായി. 4. അവിശ്വാസികളുടെ ആരാധനാലയങ്ങളാൽ പലരും ചെയ്യപ്പെട്ട സാവ തടാകം വറ്റി. 5. പ്രവാചകൻ ഭൂജാതനായി എന്ന അശരീരി ഉയർന്നു. പിതാമഹൻ അബ്ദുൽ മുത്തലിബ് കുഞ്ഞിനെ വാരി പുണർന്നു കഅബയിലേക്ക് കൊണ്ടുപോയി. കഅബ തവാഫ് ചെയ്തു. 7-ാം ദിവസം ആടിനെ അറുത്ത് മാംസം വിതരണം ചെയ്തു സന്തോഷം പ്രകടിപ്പിച്ചു. കുഞ്ഞിന് മുഹമ്മദ് എന്ന് പേര്
വിളംബരം ചെയ്തു. ഞാൻ എന്റെ പ്രസംഗം അവസാനിപ്പിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഹുബ്ബ് ചെയ്യുന്നവരിൽ അല്ലാഹു തആല നമ്മെ ഉൾപ്പെടുത്തട്ടെ. ആമീൻ. പ്രസംഗമായതുകൊണ്ട് ഞാൻ ഒന്നും ഉണ്ടാകില്ല, അങ്ങനെ തന്നെ വായിച്ചത് കേട്ടോ. ഉഷാർ ഇതുപോലെ സ്റ്റേജിലും പറയണം. അല്ലാഹു കബൂലാക്കണേ അല്ലാ. നല്ല പ്രസംഗം അല്ലേ? എല്ലാവരും പ്രസംഗം പഠിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് ഏത് ഉറപ്പിൽ ചോദിച്ചാലും പറയാൻ കഴിയണം. അതൊന്നും വലിയ മഹാനാണ്. അവിടെ നിന്നില്ലാതിരുന്നെങ്കിൽ മക്കളെ ഞാനില്ല, നിങ്ങളില്ല, നമ്മുടെ കുടുംബമില്ല, നമ്മുടെ ഒന്നുമില്ല. എല്ലാം അവിടത്തേക്ക് വേണ്ടി അല്ലാഹ് സൃഷ്ടിച്ചതാണ്. അല്ലാഹു അവനെ അറിയാൻ വേണ്ടി പഠിച്ചതാണ് മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ. ആ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വേണ്ടിയാണ് ഈ ലോകവും അതിലുള്ള മുഴുവനും അള്ളാഹു സംവിധാനിച്ചത്. അല്ലാത്ത മുഴുവൻ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വേണ്ടിയാണ്. അർശ് മുതൽ കുർസി, അള്ളാഹുവിന്റെ കോടാനക്കോടി മലക്കുകൾ എന്തെല്ലാം ഉണ്ടോ അതൊക്കെ അള്ളാഹുവിന്റെ റസൂലിനുള്ളതാണ്. അള്ളാഹുവേ, അവിടുത്തെ ഹുബ്ബ് ചെയ്യാൻ ഞങ്ങൾക്ക് തൗഫീഖ് തരണേ അല്ലാഹ്. അവിടുത്തെ പരിപൂർണമായി പിൻപറ്റി അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിലായി ജീവിച്ചു മരിക്കാൻ നിങ്ങൾക്ക് തുണ കൂട്ടണേ അല്ലാഹ്. പഠിച്ച റബ്ബേ, ഞങ്ങളെ ഉമ്മമാർ ഉപ്പമാർക്ക് ആരോഗ്യവും ആഫിയത്തും നൽകണേ അല്ലാഹ്. മരണപ്പെട്ടവർക്ക് ഖബറിൽ സ്വർഗ്ഗം കൊടുക്കണേ അല്ലാഹ്. നിങ്ങൾക്ക് നല്ല ബുദ്ധിയും ഓർമ്മശക്തിയും തരണേ അല്ലാഹ്. അസ്സലാമു അലൈക്കും.